ഹലോ സ്റ്റുഡൻസ്, പ്ലസ് ടു കഴിഞ്ഞിട്ട് പല ഓപ്ഷൻ നമുക്കുണ്ട്. ഡിഗ്രി, എൻജിനീയറിംഗ്, മെഡിക്കൽ ഫീൽഡ്, അങ്ങനെ പല റീജിയനുണ്ട്. ഇപ്പോൾ ഡിഗ്രി ഫീൽഡിലേക്ക് പോവുകയാണെങ്കിൽ കേരളത്തിൽ അകത്തുണ്ട്, കേരളത്തിന് പുറത്ത് യൂണിവേഴ്സിറ്റികളുണ്ട്. കേരളത്തിനകത്ത് ഉള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളാണ് കേരള യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇതിലെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷൻ ജൂലൈ 29 വെള്ളിയാഴ്ച ആരംഭിക്കുന്നു. അപ്പം അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് ഇത് പ്രയോജനപ്പെടാം. നിങ്ങൾ മാക്സിമം ഇത് പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി MGU അതിൻ്റെ സൈറ്റിലാണ് ആദ്യം. അപ്പോൾ ഗൂഗിളിൽ mgu.ac.in എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ കാണും. അവിടെ MG യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് MGയുടെ പേജ് വരും. അവിടെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് താഴെ ഇവിടെ അഡ്മിഷൻ 2021 എന്ന് കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഇങ്ങനെ കാണും. അതിനകത്ത് ആദ്യത്തെ ഓപ്ഷൻ CAP, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പം UG ക്യാപ്പ്, PG ക്യാപ്പ്, IP ക്യാപ്പ്, BEd ക്യാപ്പ് കാണും. അവിടെ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയുള്ളത് UG ക്യാപ്പും IP ക്യാപ്പുമാണ്. ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമാണ്. ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം മീൻസ് ഡിഗ്രി ആൻഡ് PG ഒന്നിച്ചുള്ള 5 വർഷ കോഴ്സ്. ഇത് UG ക്യാപ്പ് എന്ന് വെച്ചാൽ ഡിഗ്രി 3 വർഷത്തെ കോഴ്സുകളാണ്. ഇപ്പം വിളിക്കുന്നത് ബിരുദ ഏകജാലകം UG ക്യാപ്പാണ്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ പല ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അപ്പം അതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഷെഡ്യൂൾ നോക്കുക. ഷെഡ്യൂളിൻ്റെ അവിടെ CAP ക്യാപ്പ് അവിടെ നോക്കുമ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഡേറ്റ്സ് മനസ്സിലാവും. അപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങുന്നത് ജൂലൈ 29, 2021 ഈ രജിസ്ട്രേഷൻ, സബ്മിഷൻ, ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 13, 4 മണിക്കാണ്. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ട്രയൽ അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 18. അതിനകത്ത് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വേണമെങ്കിൽ ഓഗസ്റ്റ് 18 മുതൽ 24 വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 27 വരും. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് ഓൺലൈൻ പേയ്മെൻറ്റ്, നിങ്ങൾ പ്ലസ് ടു പഠിച്ചവരായതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം. ഏകജാലകം വഴിയല്ലേ നിങ്ങൾ കേരള സിലബസിൽ +1 +2 കയറിയത്, അതേ ID തന്നെ. അവിടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, അത് കഴിഞ്ഞ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ ഒരു ഓൺലൈൻ പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള ദിവസമുണ്ട്. എന്നിട്ട് കോളേജിൽ പോയി റിപ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ട് റിപ്പോർട്ട് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അത് ടെമ്പററി എടുക്കാം, പെർമനൻ്റ് എടുക്കാം. പെർമനൻ്റ് എടുത്താൽ അവിടെ തന്നെ നിങ്ങൾക്ക് കിട്ടും. ടെമ്പററി എടുത്താൽ നിങ്ങൾക്ക് ഓപ്ഷൻ കുറച്ചുകൂടെ ഉയർന്ന ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. അങ്ങനെയൊക്കെയാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് സെപ്റ്റംബർ 7. അതിനുശേഷം ഫീസ് അടയ്ക്കാനുള്ള വന്നിട്ട് തേർഡ് അലോട്ട്മെൻറ്റ് സെപ്റ്റംബർ 15. ഫോർത്ത് അലോട്ട്മെൻറ്റ് സെപ്റ്റംബർ 23. അതിനുശേഷം ഇവിടെ കമൻസ്മെൻറ്റ് ഓഫ് ക്ലാസ് തുടങ്ങുന്ന ഏകദേശ ഡേറ്റ് സെപ്റ്റംബർ 27 മൺഡേ. അതിനുശേഷം സ്പെഷ്യൽ അലോട്ട്മെൻ്റ് ഉണ്ട് ഒക്ടോബർ 1. സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് 2 ഉണ്ട് ഒക്ടോബർ 8. സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ഉണ്ട് ഒക്ടോബർ 21. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് 2 ഉണ്ട് ഒക്ടോബർ 29. ഇത്രയും ഓപ്ഷൻസാണ് അവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി ഇതല്ലാതെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഷെഡ്യൂളിൻ്റെ അവിടെ നോൺ ക്യാപ്പ് എടുക്കുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സ്പോർട്സ് കോട്ട, കൾച്ചറൽ കോട്ട, PD കോട്ട, കമ്മ്യൂണിറ്റി മെറിറ്റ്, മാനേജ്മെൻറ്റ് സീറ്റ്, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ, ഇതിനൊക്കെ ഓൺലൈൻ ആപ്ലിക്കേഷൻ നടത്താനുള്ള അവസാന ദിവസം സ്പോർട്സ് കൾച്ചറൽ കോട്ട ഓഗസ്റ്റ് 9. PD കോട്ട അതും ഓഗസ്റ്റ് 9. കമ്മ്യൂണിറ്റി മെറിറ്റ് അത് സെപ്റ്റംബർ 5. മാനേജ്മെൻറ്റ് കോട്ട അത്
ടിൽ ദ ഡേറ്റ് ഓഫ് ക്ലോസിങ് അഡ്മിഷൻ തീരുന്നിടം വരെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ വിവിധ ഡേറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ അഡ്മിഷൻ എടുക്കുന്നതും ഡേറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് നോക്കിയതിന് ശേഷം അപ്പം ഈ ഓർഡർ നോക്കണേ. ആദ്യമേ ഈ ഷെഡ്യൂൾ നിങ്ങൾ നോക്കുക. അതിന് ശേഷം നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്നറിയോ? റിസോഴ്സസിനകത്തെ പ്രോസ്പെക്ടസ് നിൽക്കുക. ഇപ്പം നിങ്ങൾക്ക് ഒരു പ്രോസ്പെക്ടസ് കിട്ടും. ആ പ്രോസ്പെക്ടസ് ശരിക്ക് വായിച്ച് നോക്കണം. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്, ഇംഗ്ലീഷിലാണ്. അത് ശരിക്ക് വായിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാവൂ. കാരണം ഓരോ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. അറ്റൻഷന്, ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് എന്നും പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാസ്വേഡിൻ്റെ കാര്യവും എങ്ങനെ അപ്ലൈ ചെയ്യാം, UG ക്യാപ് ഷെഡ്യൂള് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡേറ്റ്സ് ആണ് നമ്മൾ മുമ്പേ കണ്ടത്. റിസർവേഷൻ, സീറ്റ് റിസർവ് ചെയ്യുന്നതിൻ്റെ കാര്യം, നിങ്ങളിത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ അത് ഡൗൺലോഡ് ചെയ്ത് വായിക്കണം. ഓരോ കാര്യങ്ങളും വായിച്ചു നോക്കണം. പിന്നെ വേരിയസ് കാറ്റഗറീസിന് പോയിൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഒളിമ്പിക്സ് അഥവാ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്ത് ഗോൾഡ് മെഡൽ കിട്ടിയ 250 പോയിൻ്റ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ഉണ്ട്, SAF ഗെയിംസിൻ്റെ ഉണ്ട്, സൗത്ത് സോൺ ഇൻ്റർ യൂണിവേഴ്സിറ്റി, റവന്യൂ ഡിസ്ട്രിക്റ്റിൽ പോയത്, CBSE ചാമ്പ്യൻഷിപ്പ് അതിൻ്റെ ഗോൾഡ്, നാഷണൽ ലെവൽ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കിത് കാണാം. പ്രോസ്പെക്ടസ് നിങ്ങൾ തന്നെ വായിച്ചു നോക്കണം കേട്ടോ. നമ്മളിപ്പോൾ വീഡിയോ ചെയ്യാണ്ട് ഓരോന്നും വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ സ്കൂൾ കലോത്സവത്തിൻ്റെ കാര്യം, A ഗ്രേഡ്, B ഗ്രേഡ്, C ഗ്രേഡ് കിട്ടിയവർ മാർക്ക് ഇത്രയും പോയിൻ്റ് ബോണസ് പോയിൻ്റ് പോലെ നിങ്ങൾക്ക് ഉണ്ട്. പിന്നെ സീറ്റ് റിസർവേഷൻ, ഓപ്പൺ കോട്ട 50%. പിന്നെ SCBC ഉണ്ട്, സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസ്, എഴവ, മുസ്ലിം, ലാറ്റിൻ കാത്തലിക്, OBX, OBH, ഇങ്ങനെ ഓരോ പെർസെൻറ്റേജ് ഉണ്ട്. അങ്ങനെ 20%. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ 10%. SC STക്ക് SC 15, ST 5, അങ്ങനെ മൊത്തം 20%. അങ്ങനെയാണ് സീറ്റ് റിസർവേഷൻ നടക്കുന്നത്. പിന്നെ ഓരോ കോളേജിൻ്റെ ലിസ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് എയ്ഡഡ് ആണോ സെൽഫ് ഫിനാൻസ് ആണോ എന്നൊക്കെ കാണാം. അത് നമുക്ക് നോക്കാം. ഇതാണ് പ്രോസ്പെക്ടസിനകത്തെ ഓരോ കാര്യങ്ങൾ. എലിജിബിലിറ്റി ഫോർ അഡ്മിഷൻ, ഇപ്പം BA അഡ്മിഷൻ എലിജിബിലിറ്റി എന്തൊക്കെയാണ്, +2 ജയിക്കണം. അപ്പോൾ അതിൻ്റെ കോഴ്സുകൾ മോഡൽ 1, മോഡൽ 2, അതൊക്കെ ശരിക്കും വായിച്ച് നോക്കി. ഒരു കോളേജ് മോഡൽ 1 ആണോ മോഡൽ 2 ആണോ ശരിക്കും വായിച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. നമുക്കത് നോക്കാം. ഇങ്ങനെ ഓരോ വിഷയത്തിൻ്റെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. BComൻ്റെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതായത് എലിജിബിലിറ്റിയുടെ കാര്യമാണ്, ഓരോ സബ്ജക്റ്റ് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി. പിന്നെ ടൈ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് ബ്രേക്ക് ചെയ്യാം, അതായത് ഇൻഡെക്സ് മാർക്ക് ഒരേപോലെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ബ്രേക്ക് ചെയ്യാം, ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. NCC NSSന് ബോണസ് മാർക്കുണ്ട്. പിന്നെ ഇൻഡെക്സ് മാർക്ക് എങ്ങനെ കൂട്ടുന്നതെന്ന്, BA ഇംഗ്ലീഷ് ആണെങ്കിൽ എങ്ങനെ, ഹിസ്റ്ററി ആവുമ്പോൾ എങ്ങനെ, സയൻസിലെ കമ്പ്യൂട്ടർ സയൻസ് ഒഴിച്ച് ബാക്കി പ്രോഗ്രാം ആകുമ്പോൾ എങ്ങനെ,
BBA, BBM, കൊമേഴ്സ് ആവുമ്പോൾ അങ്ങനെ ഇൻഡെക്സ് മാർക്ക് നോക്കിയാണ് ഫൈനൽ മാർക്ക് റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഇത് CAP എന്ന് കണ്ടില്ലേ, അത് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സാണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് SC/STക്ക് 375 രൂപ, അതിൻ്റെ ഇരട്ടിയാണ് ബാക്കിയുള്ളവർക്ക് 750 രൂപ. ഓക്കെ, അപ്പോൾ ഫീസ് അടയ്ക്കണം. ആ ഫീസിൻ്റെ റെസിപ്റ്റൊക്കെ വേണ്ടതാണ്. അപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഓൺലൈൻ രജിസ്ട്രേഷൻ നമ്മുടെ ഈ സൈറ്റിനകത്ത് UGCAP 2021 ഞെക്ക് ഞാൻ പറഞ്ഞതിലോട്ട് എന്നിട്ട് ഇവിടെ പറയുന്ന കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു ഡെമോ വീഡിയോ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കത് കാണാം. അപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ആ കാര്യങ്ങളാണ് ഇവിടെ എഴുതി വച്ചേക്കുന്നത്. നിങ്ങളിത് മൊത്തത്തിൽ വായിക്കുക. പിന്നെ ഇത് അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ എന്തൊക്കെ കൊണ്ടുവരണം: അലോട്ട്മെൻറ്റ് മെമ്മോ, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ TC, +2 സർട്ടിഫിക്കറ്റ്, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, മൈഗ്രേഷൻ, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നുണ്ട്. കൺഫർമേഷൻ ഓഫ് അലോട്ട്മെൻറ്റ്, വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ്, ഫീസിൻ്റെ കാര്യമൊക്കെ. ഇതാണ് ഫീസ്. ആദ്യം അടയ്ക്കേണ്ട യൂണിവേഴ്സിറ്റി ഫീസ് ഇതാണ്. അല്ലാതെ കോളേജുകളിൽ അല്ലാതെ ഫീസുണ്ട്. പിന്നെ നോ റാഗിങ്. പിന്നെ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് പോലെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ആദ്യമേ അക്കൗണ്ട് ക്രിയേഷൻ ഞെക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ട്. +2ൻ്റെ രജിസ്റ്റർ നമ്പർ, നെയിം. ഇത് നമുക്ക് ഡെമോ വീഡിയോ കാണുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവുമേ. നമുക്കത് നോക്കാം. ഇങ്ങനെ ഓരോന്ന് നിങ്ങൾ ഈ പ്രോസ്പെക്ടസ് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലായില്ല എങ്കിൽ ഓരോ സ്റ്റെപ്പുകൾ പ്രോസ്പെക്ടസ് നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കും. അപ്ലോഡ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും എല്ലാം ഉണ്ട്. എന്നിട്ട് നിങ്ങൾക്കിത് സബ്മിഷന് മുമ്പേ എഡിറ്റ് ചെയ്യാൻ, നിങ്ങൾ ചെയ്തതെല്ലാം ശരിയാണോ, ഈ കോളേജിൻ്റെ ഒക്കെ കൊടുത്ത് ഓർഡറാണോ, ഓർഡർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചേഞ്ച് ചെയ്യാം. എന്നിട്ട് സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇനി സ്പോർട്സ് കൾച്ചറൽ PD കോട്ടയിലുള്ളവർ അതിൻ്റെ ഓപ്ഷനിൽ കയറിയിട്ട് ഈ രീതിയിലൊക്കെ ചെയ്യണം. അവിടെ കോളേജുകൾ ഇങ്ങനെ ഓപ്ഷൻസ് കൊടുക്കാം. പിന്നെ കോളേജുകൾ ലിസ്റ്റാണ്, ഓരോ കോളേജിൻ്റെ ലിസ്റ്റ്. ഞാനിപ്പം കാത്തോലിക്കറ്റ് കോളേജിൻ്റെ കാര്യം ഒന്ന് പറയാം. ഇത് ആൽഫബറ്റിക് ഓർഡറിലാണ്. അപ്പം കാത്തോലിക്കറ്റ് കോളേജിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ BCom മോഡൽ 1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അത് സെൽഫ് ഫിനാൻസ് ആണ്, 40 സീറ്റുണ്ട്. BCom മോഡൽ 1 ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എയ്ഡഡ് 40 സീറ്റ്. BCA സെൽഫ് ഫിനാൻസ് ആണ്, 30 സീറ്റ്. BSc ബോട്ടണി മോഡൽ 1 എയ്ഡഡ് 44. BSc കെമിസ്ട്രി മോഡൽ 1 എയ്ഡഡ് 48. BA എക്കണോമിക്സ് മോഡൽ 1 60 എയ്ഡഡ്. BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ മോഡൽ 1 50 എയ്ഡഡ്. BA ഹിന്ദി ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ മോഡൽ 1 30 എയ്ഡഡ്. BA ഹിസ്റ്ററി മോഡൽ 1 50 എയ്ഡഡ്. BA മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ മോഡൽ 1 40 എയ്ഡഡ്. BSc മാത്തമാറ്റിക്സ് മോഡൽ 1 60 എയ്ഡഡ്. BSc ഫിസിക്സ് മോഡൽ 1 48 എയ്ഡഡ്. BSc സുവോളജി മോഡൽ 1 36 എയ്ഡഡ്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ കോളേജിൻ്റെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. ഓരോ കോളേജിലുമുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാം കേട്ടോ. ഇപ്പോൾ ആൽഫബറ്റിക് ഓർഡറിലെ എല്ലാ കോളേജിൻ്റെയും ഇവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ റിസർവേഷനിൽ ഉള്ള അതിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ ഓരോ പേരുകളില്ലേ അതിൻ്റെ ഫുൾ നെയിം. PD എന്ന് വെച്ചാൽ ഫിസിക്കലി ഡിസേബിൾഡ്, SC എന്ന് വെച്ചാൽ ഷെഡ്യൂൾഡ് കാസ്റ്റ്, അങ്ങനെ അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന പ്രോസ്പെക്ടസ്. ഇനി അവിടെ നമുക്ക് ഓരോന്ന് നോക്കിയാൽ എലിജിബിലിറ്റി, ഇൻസ്ട്രക്ഷൻ മലയാളമുണ്ട്, ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷുണ്ട്, ഇമ്പോർട്ടൻ്റ് ഓർഡർ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കാണാം. പിന്നെ ഇതിൻ്റെ ഡെമോ വീഡിയോ ഡെമോ ആണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. ഇപ്പോൾ കണ്ടോ,
+2ൻ്റെ മാർക്ക് ലിസ്റ്റ് രജിസ്റ്റർ നമ്പർ നെയിം ഇട്ട് കൊടുക്കുക. അത് 10ലെ പാസ് സർട്ടിഫിക്കറ്റ് നോക്കി എഴുതണം. ഒരു പാസ്വേഡ് ചൂസ് ചെയ്യുക. അത് എപ്പോഴും ഓർത്ത് വെച്ചോണം. ആ പാസ്വേഡ് വീണ്ടും വെക്കുക. നിങ്ങളൊരു ബുക്കിനകത്ത് എഴുതി വെച്ചേക്കണേ. ബോർഡ് എന്തുവാണ്, പലതുണ്ട്. സ്കൂള്, CBSE, കേരള സിലബസിൻ്റെ ഒക്കെ ഉണ്ട്. മൊബൈൽ നമ്പർ നോക്കുക, ഇമെയിൽ ID അടിച്ചു കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്കിവിടെ കാണാം. കാറ്റഗറി നിങ്ങൾക്കിവിടെ എഴുതാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇത് നോക്കി ഇവിടെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. 4DCCP എന്നാണ് കൊടുക്കുക. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ കഴിഞ്ഞു. ഇനി പേഴ്സണൽ ഡീറ്റെയിൽസ്, നെയിം ഓഫ് ആപ്ലിക്കൻ്റ്, രജിസ്റ്റർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, റിലീജിയൻ, കമ്മ്യൂണിറ്റി, കാസ്റ്റ്, സെക്സ്, നെയിം ഓഫ് ഫാദർ, നാഷണാലിറ്റി, നാഷണൽ ഇൻകം, ആനുവൽ ഇൻകം, ഹൗസ് നെയിം, പ്ലേസ്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, പിൻകോഡ്, കോണ്ടാക്ട് നമ്പേഴ്സ്, മൊബൈൽ നമ്പർ, NCCയുടെ കാര്യങ്ങൾ, പിന്നെ +2ൻ്റെ മാർക്ക് ലിസ്റ്റ് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഇനി അതർ, ഇത് കേരള സിലബസിൻ്റെ ആണ്. ഇനി അതർ ബോർഡിലെ ആണെങ്കിൽ ഇതേപോലെ തന്നെ ഓപ്ഷൻസ് ആണ്. മേളിൽ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ചെയ്യുക. അപ്പോൾ CBSE കണ്ടോ, സെൻട്രൽ ബോർഡ് ആകുമ്പോൾ ഇമെയിൽ, ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി, അപ്പം അതും അതേപോലെ തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ, നെയിം ഓഫ് ഫാദർ, നാഷണാലിറ്റി, ആനുവൽ ഇൻകം, ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണോ, EWS ആണോ, അഡ്രസ്സ്, കൊടുത്ത മാർക്കുകൾ, ഇയർ ഓഫ് പാസിംഗ് ഒക്കെ കൊടുക്കണം. ശരിക്കും തെറ്റിക്കാതെ കൊടുക്കണം. കാരണം ഇതിലെ ഒരു മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിഷൻ പോകും. കാരണം എല്ലാവർക്കും നല്ല മാർക്കാണ് അല്ലേ, എല്ലാവർക്കും നല്ല മാർക്കാണ്. അപ്പോൾ അഡ്മിഷനൊക്കെ കിട്ടാൻ ഇച്ചിരി പാടാണ്. അതുകൊണ്ട് തെറ്റിക്കാതെ ഇതൊക്കെ ചെയ്യണം, പ്രാർത്ഥിക്കണം. പിന്നെ ഇതിനകത്ത് കോളേജിൻ്റെ പേര് കൊടുക്കുമ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണം ഏറ്റവും ആദ്യം കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ സെലക്ട് ഓപ്ഷൻ. അപ്പോൾ ഒരു വിഷയം എടുത്തിട്ട് അത് കോളേജിൻ്റെ ലിസ്റ്റുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം. ഇവിടെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്, കോളേജസ് ആൻഡ് കോഴ്സസ് എന്ന് പറഞ്ഞ മേളിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നോക്കാം നമുക്ക്. അത് നോക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഫീസ് അടയ്ക്കുന്ന ഓൺലൈൻ പേയ്മെൻ്റ് ആണ്. Paytm വഴിയാണെങ്കിൽ ഈ OTP മൊബൈൽ നമ്പർ വരും. ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ, ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ അവിടെ കാർഡിൻ്റെ നമ്പർ, എക്സ്പയറി ഡേറ്റ്, അതിൻ്റെ CVV പുറയിലുള്ള 3 ഡിജിറ്റ് നമ്പർ, എന്നിട്ട് എത്ര രൂപയാണോ അത് വെച്ച് പേ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും. അപ്പം നമുക്കൊരു OTP വരും, അത് ടൈപ്പ് ചെയ്യുക, മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുക. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് വരും. നെക്സ്റ്റ് കൊടുക്കുക. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യും. ഓരോ സർട്ടിഫിക്കറ്റ്, +2ൻ്റെ മാർക്ക് ലിസ്റ്റ് അങ്ങനെ അപ്ലോഡ് ചെയ്യുക. അപ്പം നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം വരും. അത് നോക്കിയിട്ട് ശരിയാണെങ്കിൽ സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ കൊടുക്കുക, വെരിഫൈ. അത് പ്രിൻ്റ് ചെയ്യാം. വ്യൂ യുവർ പ്രൊഫൈൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ കൊടുക്കുമ്പോൾ എന്താണ് ഇങ്ങനെയാണേ വരുന്നത്. കൊടുക്കുമ്പോൾ നിങ്ങൾ മാക്സിമം ഒരു മിനിമം ഒരു 5-6 കോളേജെങ്കിലും കൊടുക്കണം കേട്ടോ. കാരണം ഇപ്പോൾ എല്ലാവർക്കും നല്ല മാർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം കൊടുക്കാൻ പറ്റുമോ അത്രയും കൊടുക്കാം. നിങ്ങൾക്ക് താഴെ ഒരു കോളേജാണ് വരുന്നതെങ്കിൽ പിന്നെ അടുത്ത അലോട്ട്മെൻറ്റ് മേളിൽ കയറി വരാം. സ്പെഷ്യൽ കാറ്റഗറി, നമ്മുടെ കൾച്ചറൽ കോട്ട അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ ഇവിടെ കൊടുക്കാം, സ്പോർട്സ് കോട്ട. ഓക്കെ,
അവിടെ ഇങ്ങനെ കോളേജ് കോളേജ് നമുക്ക് കൊടുക്കാം. സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ. ലോഗ് ഔട്ട് ചെയ്യും. ഇങ്ങനെ ഓപ്ഷൻസ് വരെ കേട്ടോ. കാരണം നമ്മുടെ ഇത് തുടങ്ങിയിട്ടില്ല, 29-ാം തീയതി തുടങ്ങത്തുള്ളൂ. അതുകൊണ്ട് എല്ലാ ഓപ്ഷനും നമുക്ക് കാണാൻ പറ്റും. കോഴ്സസ് ആൻഡ് കോളേജസ് ഉണ്ട്. അവിടെ കോഴ്സസ് നോക്കുമ്പോൾ പല കോഴ്സസിനെ കുറിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പം കോഴ്സസ് കൊടുക്കുമ്പോൾ ലിസ്റ്റ് ഓഫ് കോഴ്സസ് വരും. അതിന് നേരെയുള്ള കോളേജ് ഇപ്പം ഇങ്ങനെ കൊടുക്കുക. ഇപ്പം BA എക്കണോമിക്സ് മോഡൽ 1 ആകുമ്പോൾ ഏതൊക്കെ കോളേജുണ്ട് അതിൻ്റെ ലിസ്റ്റ് ഇങ്ങനെ താഴോട്ട് വരും. അതാണ് കോഴ്സിൻ്റെ. ഇനി കോളേജസിൻ്റെ ആണെങ്കിൽ ഇവിടെ കോളേജസ് ഞെക്കുമ്പോൾ ലിസ്റ്റ് ഓഫ് കോളേജസ് വരും. അത് ഗവൺമെൻറ് കോളേജ്, എയ്ഡഡ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, എയ്ഡഡ് ഫോർവേഡ് കമ്മ്യൂണിറ്റി, കാതോലിക്കറ്റ് കോളേജ് പത്തനംതിട്ട നോക്കുകയാണെങ്കിൽ അവിടുത്തെ കോഴ്സുകൾ മുമ്പേ നമ്മൾ വായിച്ച കോഴ്സുകളുണ്ട്. അത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, പിന്നെ വീഡിയോ ഡെമോ നമ്മൾ കണ്ടു. പിന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ രജിസ്റ്റർ CAP രജിസ്റ്റർ ചെയ്യേണ്ടത്. അതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ ലോഗിൻ ചെയ്താൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇത് തുടങ്ങാത്തത് കൊണ്ടാണ് ഇവിടെ ഇപ്പം വിൽ ബി അവൈലബിൾ സൂൺ. കാരണം 29-ാം തീയതി തുടങ്ങത്തുള്ളൂ. ലോഗിൻ ക്യാപ്പ് അതും അവിടെയാണ് നിങ്ങൾ ബാക്കി ചെയ്യേണ്ടത്. ആദ്യമേ രജിസ്റ്ററിൻ്റെ അവിടെ ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് ഒരു യൂസർ നെയിം പാസ്വേഡൊക്കെ കിട്ടും. പിന്നെ ലോഗിൻ ചെയ്യുക. അതിനകത്ത് ചെയ്താണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയം, ഇഷ്ടപ്പെട്ട കോളേജ് ഒക്കെ ആദ്യമേ കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞതിലൂട്ട് പ്രോസ്പെക്ടസ് ആദ്യം വായിക്കുക, ലിസ്റ്റ് ഓഫ് കോളേജസ് നോക്കുക, ഷെഡ്യൂൾ നോക്കുക. എന്നിട്ട് ഈ വീഡിയോ ഡെമോ നിങ്ങൾക്ക് കാണാം. അതിന് ശേഷം നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ ചെയ്യാം. ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ തെറ്റിക്കാതെ എല്ലാവരും ഇതൊക്കെ ചെയ്യണം. എന്നിട്ട് ഓരോ അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് നിങ്ങൾ ഈ സൈറ്റിൽ ഈ സെയിം സൈറ്റിൽ കയറി നോക്കണം. ഇതിനകത്ത് ഓരോ കാര്യങ്ങൾ വരും. അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തോ, അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ കിട്ടിയിട്ടുണ്ടോ, കോളേജിൻ്റെ ലിസ്റ്റുണ്ട്, നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലയോ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ നോക്കി മനസ്സിലാക്കി അപ്ലൈ ചെയ്യുക. കാരണം ഇനി CBSEയുടെ റിസൾട്ട് വരാനുണ്ട്. CBSEയുടെ റിസൾട്ടൂടെ വന്നിട്ട് ആണ് അടുത്ത മാസം പകുതിയോടുകൂടി നമുക്കിത് അപ്ലൈ ചെയ്യാം. അവിടെ വരെ പകുതി വരെ അപ്ലൈ ചെയ്യാം. അപ്പം കേരള സിലബസിലുള്ളവരുടെ +2 വന്നിട്ടുണ്ട്. നിങ്ങൾ ആദ്യമേ ഇതൊക്കെ ചെയ്യുക. കാരണം ആദ്യം ചെയ്യുകയെന്ന് വെച്ചാൽ അല്ലെങ്കിൽ എല്ലാം കൂടെ ക്ലാഷ് ആയിപ്പോവും. കേരളയും CBSEയും കൂടെ ഒന്ന് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ സമയം കിട്ടുമ്പോൾ ആദ്യമേ ഈ പ്രോസ്പെക്ടസ് എല്ലാം ശ്രദ്ധിച്ച് വായിച്ചിട്ട് വേണം ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.